രാജ്യം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നോർത്തിൽ ഭരണം BJPക്കാണ് ഇവിടെയെല്ലാം കാണാൻ കഴിയുന്നത്. ഭരണഘടനയുടെയും മൗലിക അവകാശങ്ങളുടെയും ധ്വംസനമാണെന്നും INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I started my political career as a Muslim activist in politics from Muslim Majlis in 1967 when I was studying in a graduation. Then onward I was in Muslim politics. Muslim League I was India Secretary. Very unfortunately I share my feelings that at the time of Abdul Bafaki Tangal, Qaidimillah, they were concerned about the Muslim of the country. So we got representation and IUML was only party in India, having 9 MPs from Bengal, Tamil Nadu, MLAs from 7 states, including UP. When emergency was declared, we were in jail. Delhi leaders, Bihar leaders, UP leaders were in jail. ന്യൂനപക്ഷങ്ങൾക്കും സ്ട്രൈബ്സിനും തികഞ്ഞ അവഗണനയാണ് ലഭിക്കുന്നത്. പലപ്പോഴും അവരുടെ ആത്മാഭിമാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UPയിൽ 80-ൽ 64 സീറ്റ് ലഭിച്ചു. പക്ഷേ ഇത്തവണ ആ വിജയം നഷ്ടമായേക്കാം. ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ സാഹചര്യമില്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി പരിഗണിക്കേണ്ടതെന്നും INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ മലപ്പുറത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ആര് പാർലമെന്റിൽ എത്തണമെന്ന് കൃത്യമായ ധാരണ ആവശ്യമാണ്. BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്നവർക്കൊപ്പമാണ് INL. കേരളത്തിൽ നിന്ന് ഫാസിസ്റ്റ് പാർട്ടിയെ പ്രതികരിച്ചുള്ള ഒരാൾ വിജയിക്കാനുള്ള ചാൻസ് ഇല്ല. കേരളീയർ മികച്ച MPയാണ് തിരഞ്ഞെടുക്കുക. തമിഴ്നാട്ടിലും സമാന സ്ഥിതിയാണ് ഉള്ളത്. വിശ്വാസ്യതയാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത്. പാർലമെന്റിലായാലും പുറത്തായാലും ഇടതുപക്ഷം വിശ്വാസ്യത കാത്തുസൂക്ഷിക്കും. അവർ ഒരിക്കലും ഫാസിസ്റ്റ് പാർട്ടികൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അവർ കോർപ്പറേറ്റുകളുടെ മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഒരിക്കലും ഇന്ത്യയുടെ പൊതുമുതൽ വിൽക്കില്ല. വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയെ കണ്ടെത്താനും തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.